ഇത് കൈരളിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ആ സംഘപരിവാർ സഹായം എന്തിനാ ഇവിടെ പറയൂര്? ഇവിടെ ഉണ്ടായില്ലല്ലോ ഇവർ, അവരിവിടെ ഉണ്ടായില്ലല്ലോ, അവർക്കിവിടെ വോട്ട് പോലും ഇല്ലല്ലോ, ഉണ്ടായില്ലല്ലോ. ഞാനൊക്കെ നല്ല മാർജിനിലാണ് ജയിക്കുന്നത് എല്ലാ പ്രാവശ്യവും. ഏതെങ്കിലും ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എനിക്ക് അനുകൂലമായിട്ട് പറയുമോ? കാരണം ഞാൻ വർഗീയതയ്ക്കെതിരായി കടുത്ത സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ്. ഇപ്പം ഇപ്പോൾ CPM പറയണത് ഇതാണ്, ഈ വാചകമാണ് പറയുന്നത്. BJP പറയണത് എന്താ? BJP പറയുന്നത് ഞാൻ ഹിന്ദു വിരുദ്ധനാണെന്നാണ്. ഹിന്ദു വിരുദ്ധനാണെന്ന് രണ്ട് വോട്ടും. എനിക്ക് BJP BDJ സ്ഥാനാർത്ഥിയെ നിർത്താതെ ആ വോട്ട് മുഴുവൻ രണ്ടാമത് വരുന്ന, അതായത് LDF സ്ഥാനാർത്ഥിക്ക് മറിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? ഇതാണ് വർഗീയതയ്ക്കെതിരായ നിലപാട്. സെക്യുലർ പൊസിഷനിങ് ആണ്, സെക്യുലർ പൊസിഷനിങ് ആണ്. ഒരു വെള്ളവും ചേർക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൽ തോറ്റാലും സാരമില്ല. തെരഞ്ഞെടുപ്പിൽ ഞാൻ 2016 ഇത് നേരിട്ട ആളാണ് ഇവിടെ. അന്ന് ഞാനൊന്ന് പറഞ്ഞു, മുന്നിൽ നിന്ന് വെട്ടേറ്റ് മരിച്ചാൽ വീരാളി പട്ട് പുറച്ച് കിടക്കും വർഗീയതയുമായിട്ടുള്ള പോരാട്ടത്തിൽ. ഇവിടെ പ്രസംഗിച്ച ആളാ ഞാൻ. കേക്ക്, ഞാൻ പറയണ കേക്ക്, നിങ്ങൾ ഇത് കയ്യിലേക്കെന്താ എത്ര ധൃതി? 2016 ഈ പറവൂരിൽ നിന്ന് ഞാൻ പ്രസംഗിച്ച ആളാണ്. എനിക്കെതിരായി വർഗീയ ശക്തികളെല്ലാം ഒന്നുചേർന്നു എന്നെ തോൽപ്പിക്കാൻ. ഞാൻ പറഞ്ഞു, വർഗീയതയുമായി കോംപ്രമൈസ് ഇല്ല, വർഗീയതയുമായി നേരിട്ട് ഏറ്റുമുട്ടി മരിച്ചു കിടന്നാലും വീരാളിപ്പട്ട് പുറച്ച് കിടക്കും, പുറകിൽ നിന്ന് വെട്ടേറ്റ് മരിക്കില്ല എന്ന്. അതായത് ഞാൻ ഓടൂല, വർഗീയതയുമായി പോരാടുമ്പോൾ ഓടൂല, ഞാൻ പുറകിലേക്ക് ഓടൂല എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ട് എന്നെ തോൽപ്പിക്കാൻ വന്ന വർഗീയ ശക്തികൾക്കെല്ലാം ഈ പറവൂരിലെ ജനത 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്ന് എന്നെ വിജയിപ്പിച്ച. പറവൂരിൽ 20,000 എന്ന് പറഞ്ഞാൽ ഒന്ന് കണക്ക് പാർട്ടിക്കാരോട് ചോദിക്കുക, കൈരളിക്കാരൻ പോയി. ഞാൻ വെള്ളാപ്പള്ളി ഒന്നും ലക്ഷ്യം വെച്ചില്ല, ഞാൻ വർഗീയതയാണ് ലക്ഷ്യം വെച്ചത്. അതെനിക്കറിയത്തില്ല. അദ്ദേഹം പണ്ടും എനിക്കെതിരായി സംസാരിച്ചിട്ടുണ്ട്. അതെനിക്കറിയത്തില്ല. ഞാൻ വർഗീയവാദി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയും വർഗീയത പറയരുത്. നിങ്ങൾ പറയാം വർഗീയത പറഞ്ഞില്ലേ, പച്ചയ്ക്ക് വർഗീയത പറഞ്ഞില്ലേ, അത് പറയരുത്. അത് ആര് പറഞ്ഞാലും പറയും. നിങ്ങൾ എൻ്റെ ചരിത്രം പരിശോധിച്ചു, ഞാൻ ആര് പറഞ്ഞാലും ഞാനത് പരിശോധിച്ചിട്ടുണ്ട്. SNDP NSS തമ്മിലത്തെ ബന്ധം വേർപെടുത്ത ലീഗിന് എന്ത് റോളാണ്? ഞാൻ എന്തിനാ ലീഗിനെ വലിച്ചെടുക്കണം? മുസ്ലിം ലീഗ് ഞങ്ങളുടെ UDF പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. SNDP NSS തമ്മിലുള്ള ഐക്യം ലീഗിന് എങ്ങനെ തകർക്കാൻ പറ്റും? പറയുന്നില്ല എന്താ? ലീഗ് എങ്ങനെയാണ് SNDP NSS തമ്മിൽ യോജിക്കുന്നതിൻ്റെ അടുത്ത് ലീഗിന് എന്ത് റോളാണ്? ആണ് പറഞ്ഞു. അല്ല, മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ ശബ്ദം ഒന്ന് തന്നെ. ടീം UDF ആണ്, ഒറ്റ ശബ്ദമാണുള്ളത്. ശരിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. എല്ലാവരും ഒന്നിക്കട്ടെ, ആരും തെർക്കിച്ച് നിൽക്കണ്ടെന്നാണ് ഞങ്ങളുടെ ഇത്. എല്ലാവരും വഴക്കിടണ്ട, ആരും വഴക്കിട്ട് ചേരി തിരിഞ്ഞൊന്നും നിൽക്കണ്ടെന്ന്. എല്ലാവരും ഒരുമിച്ച് നിന്നോട്ടെ. ഒരുമിച്ച് നിൽക്കുന്നത് നല്ല സന്ദേശമല്ലേ? അല്ല, ഞാനത് പറഞ്ഞല്ലോ, അദ്ദേഹം ആരുടെയും ഉപകരണമായി മാറരുത്. CPM-ഉം BJP-യും സംഘപരിവാറും വ്യാപകമായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഗീയത പ്രചരിപ്പിക്കുകയാണ് കേരളത്തിൽ. മതേതര കേരളത്തിലുള്ള വെല്ലുവിളിയാണ് അവർ രണ്ടുപേരും. അവരുടെ ഉപകരണമായി അദ്ദേഹം മാറരുത്. കാരണം ശ്രീനാരായണീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് അവരുടെ ഉപകരണമായി മാറരുത്. അത്രയും ഞാൻ പറഞ്ഞില്ല. അല്ലാതെ ഞാൻ എന്താ അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി പറഞ്ഞു? ഞങ്ങൾക്ക് എന്തിനാ ആശങ്ക? ഞങ്ങളുടെ കൂടെ ജനങ്ങളുണ്ട്. മതേതര കേരളം ഞങ്ങളുടെ കൂടെ നിൽക്കും. കേരളത്തിലെ മുഴുവൻ ആളുകളും മതേതരവാദികളാണ്. കുറേ സമുദായ നേതാക്കന്മാരും കുറേ രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ഇറങ്ങിയിട്ടാണ് ഇവരെ കമ്മ്യൂണലാക്കണം. ഞങ്ങൾ അവരുടെ കൂടെയാണ്. ഞങ്ങൾ മതേതര ജനത ഞങ്ങളുടെ കൂടെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.